നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ഈ ഫേസ്, നമ്മുടെ മുഖം കുറച്ച് വെളുക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് കളർ കുറഞ്ഞവർക്കാണേലും ഒരു ഇരുനിറമുള്ളവർക്കാണേലും ഓൾറെഡി നല്ല കളർ ഉള്ളവർക്കാണെങ്കിൽ പോലും കുറച്ചുകൂടി കളർ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരിക്കും. ഇപ്പം നമ്മൾ എന്താ പറയുക, പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ ഫ്രണ്ട്സൊക്കെ കുറച്ച് വെളുത്തിട്ടുണ്ടല്ലോ, എന്ത് ക്രീമാ തേച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷം തോന്നാറില്ല. എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ കറുത്ത് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മുടെ ഫേസ് വൈറ്റനിങ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും സ്പോട്ട്സ് അല്ലെങ്കിൽ പിമ്പിൾസ്, ഫ്രാക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും പറ്റിയ ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത് എനിക്ക് കിട്ടിയപ്പോൾ, ക്രീം എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടല്ലോ, ഇനി ഞാൻ നിങ്ങൾക്ക് ക്രീം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് യൂത്ത് ഫേസിൻ്റെ ഫേസ് വൈറ്റനിങ് ബ്യൂട്ടി ക്രീം. ഇത് ഷഹീൻ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ദുബായിലൊരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഒരു ദുബായ് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണിത്. ഞാനൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. അതിൻ്റെ കളർ എന്ന് പറയുന്നത് പ്യുവർ വൈറ്റാന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം കളർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്മെല്ലാണ്. ഓക്കെ, അപ്പം ഈ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലപോലെ വൈറ്റനിങ് ചെയ്യാൻ, അതുപോലെ പിമ്പിൾസ്, ഫ്രാക്കിൾസ്, അതുപോലെ എന്താ സ്പോട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആവും, നല്ല മിനുസമായിരിക്കും നമുക്ക് പിന്നെ സ്കിന്നിൽ തൊടുമ്പോഴൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ക്രീമാണ്. 7 ദിവസമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. 7 ദിവസം കൊണ്ട് മസ്റ്റായിട്ടും റിസൾട്ട് കിട്ടും. അപ്പം എന്താ പറയുക, ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷാണ്. അപ്പം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഡബിൾ കളറായിട്ടിരിക്കും. അത് നമ്മൾ ഇതൊന്നും മാത്രമല്ല, ഏത് ക്രീമാണെങ്കിലും ഏത് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എന്താ പറയുക, കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ടല്ല, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് കോൾഡ് വാട്ടറിൽ കഴുകുക. അപ്പം എന്താ പറയുക, അപ്പം ഈ കോൾഡ് വാട്ടറിൽ കഴുകുമ്പോൾ ഹിമാലയയുടെ ബേബി സോപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 599. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എൻ്റെ മുഖത്തുനിന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേട്ടോ, ഭയങ്കര തണുപ്പുണ്ട്. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കുക. ഉണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് തന്നെ ഇടുക. ഞാൻ ഇവിടെ കുറച്ച് കൂടുതലിട്ടെന്ന് പറയാം. എൻ്റെ ഈ ഒരു ഇത്രയും ഭാഗം കുറച്ച് ബ്ലാക്കാണ്, അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് മതി കേട്ടോ, ഓവറായിട്ടൊന്ന് മസാജ് ചെയ്യേണ്ട, ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക. നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യില്ല, അതുപോലെ ഈ ഒരു കട്ടിക്ക് തന്നെ ഇടുക. പിന്നെ ഒരു കാര്യം പറയാനായിട്ട്, ഇപ്പോൾ നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇട്ടാലാണെങ്കിൽ പോലും നമ്മൾ ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലേക്കൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഡബിൾ കളറായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ മേളിലേക്ക് ആക്കുക കേട്ടോ, താഴത്തേക്ക് ആക്കുമ്പോഴത്തേക്ക് സ്കിന്നിന് ചിലപ്പം ഇങ്ങനെ തൂങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. ഓക്കെ, അപ്പം ഞാൻ എന്താ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമാട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പിമ്പിൾസ് ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ മാറ്റാനും ഫേസ് നല്ലപോലെ വൈറ്റനിങ് ചെയ്യാനും ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ നല്ല സോഫ്റ്റ് സ്കിന്നാവാനൊക്കെ എന്താ പറയുക നല്ലൊരു ക്രീമാണ് ഈ ഫേസിൻ്റെ ഫേസ് വൈറ്റനിങ് ബ്യൂട്ടി ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കേൾക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല ഡീലേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാനിത് എനിക്ക് അയച്ചു തന്ന ആളുടെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.